മകളെ, വിവിധങ്ങളായ ഭവനങ്ങളിലും വാഹനങ്ങളിലും ഡൈനിങ് ടേബിളുകളിലും പ്രാർത്ഥനാ മുറിയിലൊക്കെ ഇരുന്നു കൊണ്ട് വചനം ശ്രവിക്കുന്ന അനേക മക്കളുണ്ട്. അവരൊക്കെ കർത്താവിനെ ആരാധിക്കുകയാണ്. ദൈവം ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തത് ഒരു ആരാധനാ സമൂഹത്തെ രൂപപ്പെടുത്താനാണ്. മരുഭൂമിയിൽ പോയി ആരാധനയർപ്പിക്കുക എന്നാണ് മോശയോട് കർത്താവിൽ ചെയ്തത്. ഇതാ വചനം പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. മകളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവാരാധന നടത്താൻ വേണ്ടിയിട്ടാണ്. ആരാധിച്ചാൽ വിടുതൽ, ആരാധിച്ചാൽ അഭിഷേകം. അതെങ്ങനെ സാധിക്കും? ദൈവത്തോടൊപ്പം ഇരിക്കണം. ദൈവത്തോടൊപ്പം വസിക്കുന്നവരിലേക്കാണ് ദൈവ സ്വഭാവം പകരപ്പെടുന്നത്. മറക്കരുതേ, അതിന് നമ്മൾ അടുത്തു പോയിരിക്കണം, ആരാധിക്കണം. നമ്മുടെ അടുത്തൊക്കെ ധ്യാനമന്ദിരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനാ സ്ഥലമൊക്കെ ഇല്ലേ? അവിടെ പോയിട്ട് ഇരിക്കണം. ദൈവം പരിശുദ്ധനാണ്, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയുള്ളവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്, പാപികളോട് അതിരറ്റ കരുണ കാണിക്കുന്നവനാണ്. ഇത് നമുക്ക് സ്വന്തമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കണം. വീട്ടിലോ ദൈവാലയത്തിലോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സന്നിധിയിലോ നമ്മൾ പോയി ഇരിക്കണം. അപ്പോഴാണ് ഒരുവനിൽ ദൈവ സ്വഭാവം നിറയാൻ ഇടവരുന്നത്. അങ്ങനെ ദൈവ സ്വഭാവം നിറഞ്ഞാൽ എത്ര വലിയ മരുഭൂമി ക്ലേശങ്ങൾ സഹിക്കാനും ഏത് മല ചവിട്ടിക്കയറാനും എത്ര ദൂരം യാത്ര ചെയ്യാനും നമ്മൾ തയ്യാറാകും. വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങളിലേക്കാണ്, ദൈവ സ്വഭാവത്തിലേക്കാണ് മനുഷ്യാത്മാക്കൾ ആകർഷിക്കപ്പെടുന്നത്. മനുഷ്യരെ ആകർഷിക്കപ്പെടുന്നത് ദൈവ സ്വഭാവം ഒരു മനുഷ്യനിൽ നിറയുമ്പോഴാണ്, വിശുദ്ധി നിറയുമ്പോഴാണ്. വിശുദ്ധിയുള്ളവരെ സ്വർഗം വിലമതിക്കുന്നു. അവിടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. ഭക്ഷണവും പാനീയവും ആസ്വദിച്ചു കൊടുക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകുന്നു. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഇന്ന് ഈ ദിവസത്തിൽ ഒരു 10 മിനിറ്റ് നേരം പ്രത്യേകമായി വചനം കേട്ട് ആരാധിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം വന്ന് നിറയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും, ഈ പ്രയർ ലൈൻ ഷെയർ ചെയ്യുന്നവരോടും ഇത് ആരാധിക്കാൻ ഇരിക്കുന്നവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.